बोलिए भारत माता की जय। वंदे मातरम, वंदे मातरम। मेरे साथ इस सभा में उपस्थित आदरणीय विदित जी मंडल जनरल सेक्रेटरी, रवि जी मंडल प्रेसिडेंट, पी राजीव जी, एन शिवराजन जी, मैं भी शिवराज, ये भी शिवराज, हमारे लोकप्रिय उम्मीदवार आदरणीय सुरेश बाबू, श्रीमती बिंदु जी, सुकुमार मास्टर जी, अली प्रसाद जी, राजेश जी, सुभाष जी, नैनी जॉन जी, यहाँ उपस्थित मेरी सभी बहनों भाइयों नमस्कार। एलावर कुलम सुगम कन्याने पवित्र माया केरला भूमि मध्यप्रदेशीले इतकोटि जनन गुरुकुबेंडी न्यान नमी गुरुनु। आज जब मैं केरल का सौंदर्य देख रहा था, हेलीकॉप्टर से चारों तरफ हमने देखा, नारियल के वृक्ष, हरे बड़े जंगल, सुंदर खेत, और इसलिए मेरे मुंह से भी निकला केरल निश्चित गॉड्स ओन कंट्री है। ये देवभूमि है, ये भगवान की भूमि है, ये ज्ञान की भूमि है, ये भक्ति की भूमि है, ये कर्म की भूमि है, ये आदि गुरु शंकराचार्य जी महाराज की भूमि है, ये राजा महाबली की भूमि है, ये राजा मार्तंड वर्मा की भूमि है, महान नारायण गुरु की भूमि है। और ऐसी पवित्र भूमि को केरल वासियों को दोनों हाथ जोड़ के सिर झुकाकर प्रणाम करता हूँ। आप सबको नमस्कार। സഹോദരർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാകുന്നു. ഇന്ന് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കേരളത്തിന്റെ സൗന്ദര്യം ആകാശത്ത് നിന്ന് നല്ല രീതിയിൽ ഞങ്ങൾ നോക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കേരളത്തിന്റെ സ്വന്തം നാട് എന്ന് ഈ കേരളത്തിനെ വിശേഷിപ്പിക്കുന്നത്. കേരളം കൊണ്ട് തിങ്ങിയിരിക്കുന്ന കേരളം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ദൈവത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും നാടാണ്. ഈ നാടിന് മുമ്പിൽ ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. लेकिन आज ये भगवान की भूमि गॉड्स ओन कंट्री आज संकट में है। एनडीएफ ने इसको हिंसा की भूमि बना दी, रक्त रंजित कर दिया, भ्रष्टाचार की भूमि बना दिया, घोटालों की भूमि बना दिया। और केवल एलडीएफ ने नहीं बनाया, ये एलडीएफ और यूडीएफ दोनों के चेहरे अलग है, लेकिन पीछे से एक है। 5 साल एक घोटाले करता है, 5 साल बाद दूसरा घोटाला करता है। ये चोर चोर मौसेरे भाई, ये नागनाथ और सामनाथ, एक ही सिक्के के दो पहलू। इन्हें लगातार केरल की जनता को लूटा है और केरल की संस्कृति को बर्बाद किया है। और आज मैं अपील करने आया हूं, ना एलडीएफ ना यूडीएफ, अब यूडीएफ पे है नहीं, यहाँ तो मुस्लिम लीग है और ये कांग्रेस भी अलीग है। क्या मुस्लिम लीग से समझौता किया, महाराष्ट्र में शिवसेना से समझौता किया, अजमेर से समझौता किया असम में। ये यूडीएफ और राहुल गांधी केरल को कहीं का नहीं छोड़ेंगे। और ये मेरी प्रार्थना है, नागनाथ सामनाथ हटाओ
और मोदी जी के नेतृत्व में भारतीय जनता पार्टी को ले आओ, भारतीय जनता पार्टी को चुनाव जिताओ। ആദിശങ്കരന്റെയും മഹാബലിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഈ മണ്ണിനെ ഇന്ന് ഇവിടെ ഭരിച്ചവർ, കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചവർ ഇത് ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. രക്തം കൊണ്ട് ഈ മണ്ണിനെ മലിനപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇവിടെ കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥ. മുസ്ലിം ലീഗാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസും LDF-ഉം UDF-ഉം ഒരുപോലെ തന്നെ ഈ നാടിനെ ഭരിച്ച് ഇതിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. 5 വർഷം UDF, 5 വർഷം LDF. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട കച്ചവടം ഈ നാട്ടിൽ, കേരളത്തിൽ കാലങ്ങളായി നടത്തുകൊണ്ടിരിക്കുന്നു. ഈ ഭരണം നിമിത്തം ഇവർ ചെയ്യുന്നത് നാടിന്റെ വികസനമല്ല, മുന്നോട്ടുള്ള ഗതിയല്ല, ഇവർ നാടിനെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം ഒരു വ്യക്തി കൊള്ളയടിക്കുന്നു, അഴിമതി നടത്തുന്നു, സ്വജനപക്ഷപാതം നടത്തുന്നു. അടുത്ത 5 വർഷം അടുത്ത കക്ഷി സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളയും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ ഇവിടെ ഭരിച്ച എല്ലാ വ്യക്തികളും ഈ നാടിനെയും ഈ ജനതയെയും കൊള്ളയടിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ആസാമിൽ രാജ്യദ്രോഹ ശക്തികളുമായി കൈകോർത്തിരിക്കുന്നു. CPM പശ്ചിമ ബംഗാളിൽ രാജ്യദ്രോഹ ശക്തികളുമായി കൈകോർത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി എവിടെയെല്ലാം പറ്റുമോ അവിടെയെല്ലാം ദേശവിരുദ്ധ ശക്തികളുമായി കൈകോർത്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് സ്വന്തമായ ഒരു അസ്തിത്വം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, ഈ ഗവൺമെന്റുകളെ ഇടതിനെയും വലതിനെയും പുറത്താക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. CPM ने और कांग्रेस ने, LDF और UDF ने इस भगवान की भूमि को जिहादियों के हवाले कर दिया। यह सब जिहाद का खेल खेला जा रहा है, षड्यंत्र रचा जा रहा है। और यहां तो मुस्लिम लीग लड़ रही है। ये जिहादी मानसिकता वाले लोग ये अलगाव पैदा करते हैं, ये भारत की परंपराओं से खिलवाड़ करते हैं, ये भारत की संस्कृति से खिलवाड़ करते हैं, ये भारत के जीवन मूल्यों से खिलवाड़ करते हैं। भारतीय जनता पार्टी लव की विरोधी नहीं है, लेकिन जिहाद किसी भी कीमत पर नहीं चलने दिया जाएगा। मध्य प्रदेश में हमने कानून बनाया, लव जिहाद के खिलाफ कानून, और उसमें तय किया है कि अगर किसी ने इसकी हरकत की तो कानूनन उसको जेल भेजा जाएगा, कम से कम 10 साल की सजा होगी, 50,000 रुपया जुर्माना होगा। मध्य प्रदेश ने कानून बना दिया है, उत्तर प्रदेश ने भी कानून बनाया है। और मेरे बहनों और भाइयों, भारतीय जनता पार्टी की केंद्र में सरकार बनाओ, यहां भी लव जिहाद के खिलाफ कड़ा कानून बना दिया जाएगा। भारत को तोड़ने का षड्यंत्र कामयाब नहीं होने दिया जाएगा। കേരളത്തിലെ ഇടതും ജിഹാദികളുടെ കയ്യിൽ ഏൽപ്പിച്ച അവസ്ഥയാണ് നാം കാണുന്നത്. ഇവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് അല്ല, ഇവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ജിഹാദികളുടെ കയ്യിൽ കേരളത്തിന്റെ സമസ്ത മേഖലയും ഏൽപ്പിച്ചിരിക്കുന്ന അവസ്ഥ. ലവ് ജിഹാദിന്റെ പേരിൽ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നു. ലവ് ജിഹാദ് തടയുവാൻ വേണ്ടിയിട്ട് മധ്യപ്രദേശിൽ നിയമം നിർമ്മിച്ചു, ഉത്തർപ്രദേശിൽ നിയമം നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം ഒരു ആവശ്യം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഇത്രയും കാലം ഭരിച്ച ഇടതോ വലതോ അങ്ങോട്ട് നിയമം ഉണ്ടാക്കിയിട്ടില്ല. മധ്യപ്രദേശിൽ ലവ് ജിഹാദിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് 10 വർഷം തടവ് നിയമം അനുശാസിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി സ്നേഹത്തിന് എതിരല്ല. ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നത് ലവ് ജിഹാദിനെയാണ്. സ്നേഹത്തിന്റെ പേരിലുള്ള, പ്രണയത്തിന്റെ പേരിലുള്ള കച്ചവടത്തെയും ജനങ്ങളെ രാജ്യദ്രോഹ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ലവ് ജിഹാദ് നിരോധന നിയമം ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. मैं पूछना चाहता हूं पिनराई विजयन जी से, एक तरफ जहाजों के हवाले कर दिया केरल, दूसरी तरफ हमारी संस्कृति और परंपराओं से खेल रहे। सबरीमाला मंदिर के मामले में फैसला श्रद्धालु करेंगे, भक्त करेंगे,
लेकिन जब यूडीएफ की सरकार थी तब उसने जुल्म ढाए कुचला, और आज एनडीएफ भी वही कर रही है। भारतीय जनता पार्टी ये कतई नहीं करने देगी। जिहादियों के हवाले तुमने अंग्रेजी कर दिया, हमारे केरल को हिंसा के हवाले कर दिया। हमारे सैकड़ों कार्यकर्ताओं ने अपनी जान खोई है और अब भ्रष्टाचार के हवाले कर दिया। आज मैं केरल के सीएम से सवाल पूछना चाहता हूं, मध्य प्रदेश का सीएम केरल के सीएम से सवाल पूछ रहा है, मिस्टर पिनराई विजयन जी जवाब दो, क्या गोल्ड स्कैम वो करते हैं सोलर स्कैम? यूडीएफ वाले ये करते हैं डॉलर स्कैम, एक सोलर दूसरा डॉलर, उसके बाद गोल्ड स्कैम। पिनराई जी जवाब दो, केरल की जनता को क्या गोल्ड स्कैम का मुख्य आरोपी आपके आप उस पर काम करता था कि नहीं करता था? विजय जवाब दे, क्या मुख्य आरोपी गोल्ड स्कैम का था? उसको 3 लाख रुपया मासिक सैलरी नहीं देते थे। पिनराई विजयन जी जवाब दो कि आपके सीएस से मुख्य सचिव ने आरोपियों की मदद के लिए फोन किए थे कि नहीं किए? केरल के मुख्यमंत्री जवाब दो, गोल्ड स्कैम में आरोपी पहला सरकारी खर्चे से और आपके मुख्य सचिव की परमिशन से विदेश यात्रा करने गई थी कि नहीं गई थी? केरल के मुख्यमंत्री जवाब दें, केरल की जनता को एयरपोर्ट में सोना पकड़ा जाने के बाद सीएम ऑफिस ने कस्टम ऑफिसर पर दबाव डाला था कि नहीं डाला था? श्रीमान विजयन जी जवाब दें, आपने ईडी और कस्टम ऑफिसर पर जो हमला हुआ उसकी जांच कराई थी कि नहीं कराई थी? मेरे बहनों भाइयों, और कोई होता तो सीएम ऑफिस के इन्वॉल्व होने के कारण रिजाइन कर देता, इस्तीफा दे देता। लेकिन ये सीपीएम वाले तो बेशरम है, घोटाले के बाद भी कुर्सी पर डटे हुए। സർക്കാർ കേരളത്തിന്റെ സംസ്കാരത്തെയും സംസ്കൃതിയെയും മലിനമാക്കിയിരിക്കുകയാണ്, ആചാരങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അവരുടെ നിലപാട്, ആചാരങ്ങളുടെ നിലപാട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ളത് അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണ്. എനിക്ക് ശ്രീമാൻ മുഖ്യമന്ത്രിയോട്, ശ്രീമാൻ പിണറായി വിജയനോട് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. നിങ്ങൾ ഉത്തരം പറയണം മിസ്റ്റർ പിണറായി വിജയൻ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളുടെ ഓഫീസുമായി ബന്ധമില്ലേ? നിങ്ങൾ ഉത്തരം പറയണം മിസ്റ്റർ പിണറായി വിജയൻ. ഉത്തരം പറയണം. ഈ പറഞ്ഞ വ്യക്തിക്ക്, സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഓഫീസിൽ നിന്നും 3 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കൊടുത്തില്ലേ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വ്യക്തി ആവർത്തിച്ച് നിങ്ങളുടെ പേരെടുത്ത് പറയുന്നു, ശരിയല്ലേ? നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ പെട്ടിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ ഉത്തരം പറയണം. സ്വർണം എയർപോർട്ടിൽ പിടിച്ചപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞ് കേസ് ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയില്ലേ? നിങ്ങൾ ഉത്തരം പറയണം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ ശരിയായ അന്വേഷണം നടത്തിയോ? നിങ്ങൾ ഉത്തരം പറയണം. ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ മിസ്റ്റർ പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ ഉത്തരം പറയണം. मिस्टर विजय जी जवाब दो, केरल की शांति भंग क्यों की? केरल को हिंसा की आग में क्यों झोंका? आपने 2016 में वादे किए थे, वचन दिए थे केरल की जनता को, नौजवानों को वचन दिए थे रोजगार देने का। कितने लोगों को रोजगार दिया? हैंडलूम का क्या हुआ? मसाला उद्योग का क्या हुआ? कौन सा वादा तुमने पूरा किया? क्या हुआ तेरा वादा? वो कसम, वो इरादा। लेकिन विजय जी कहते हैं भूल गया सब कुछ, याद नहीं हम कुछ। एक भी वादा पूरा नहीं किया, एक भी वादा नहीं निभाया।
उससे मैं कह रहा हूं जिन्होंने वादा पूरा नहीं किया उनको कुर्सी पर बैठने का कोई हक नहीं है, कोई अधिकार नहीं है। हटाओ इनको कुर्सी से। ഇത്രയും വലിയ ആരോപണ വിധേയമായ ഒരു മുഖ്യമന്ത്രി വളരെ ലജ്ജാകരമായ അവസ്ഥയാണ് രാജിവെക്കാതെ കസാരയിൽ പിടിച്ചു തൂങ്ങിയിരിക്കുന്നത്. മറ്റേത് മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും അഭിമാനയോഗ്യതയായിരുന്നെങ്കിൽ രാജിവെച്ച് പുറത്തു പോയെന്നെ. നിങ്ങൾ 2016 അധികാരത്തിൽ മുമ്പ് ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് നിങ്ങൾ പറഞ്ഞതാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നിങ്ങൾ തൊഴിൽ നൽകുമെന്ന്. നിങ്ങൾ ആർക്കാണ് തൊഴിൽ നൽകിയത്? ആർക്കെങ്കിലും നിങ്ങൾ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുവാൻ സാധിച്ചോ? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും സംഘപരിവാർ പ്രവർത്തകർക്കും നേരെ നിങ്ങൾ അഴിച്ചുവിട്ട അക്രമവും അരാജകത്വവും ഈ നാട്ടിൽ ജനം മറന്നിട്ടില്ല. ഈ നാട്ടിലെ അടിസ്ഥാന വർഗങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, കൈത്തറി മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട്, പരമ്പരാഗത തൊഴിലിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ എവിടെ പോയി? നിങ്ങൾ നൽകിയ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിച്ചിട്ടുണ്ടോ? ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ക്യാ ഹുവാ തേരാ വാദാ. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് ക്യാ ഹുവാ തേരാ വാദാ. നിങ്ങൾ പറഞ്ഞ വാക്കെവിടെ? നിങ്ങൾ പറഞ്ഞ ഉറപ്പെവിടെ? അതിന് മറുപടി പിണറായി വിജയൻ പറഞ്ഞത് ഞാനെല്ലാം മറന്നുപോയി, ഞാനൊന്നും ചെയ്തിട്ടില്ല. एक तरफ हमारे प्रधानमंत्री नरेंद्र मोदी जी जो केरल को प्यार करते हैं, केरल की जनता को प्यार करते हैं, केरल के विकास के लिए धन देने में उन्होंने कोई कसर नहीं छोड़ी। याद करो मेरे बहनों और भाइयों, याद कीजिए जब पुतिंगा देवी मंदिर में त्रासदी हुई थी उसके बाद 3 घंटे के अंदर अंदर भारत के प्रधानमंत्री नरेंद्र मोदी जी केरल पहुंच गए थे। पीएम नहीं पहुंचा, पीएम पहुंच गए, यथासंभव सहयोग किया। सीएम पहुंचे 7 दिन के बाद, जिनको जनता ने खदेड़ के भगा दिया। एक तरफ वो प्रधानमंत्री, आप देखिए जब यूपीए की सरकार ने तब क्या हुआ, सबरीमाला मंदिर में हाथ चल रहा था। कांग्रेस के प्रधानमंत्री मनमोहन सिंह केरल की धरती पर आए। कांग्रेस ने, यूडीएफ ने, एलडीएफ ने केरल की सुध नहीं ली। संकट में अगर केरल का साथ दिया तो हमारे प्रधानमंत्री नरेंद्र मोदी जी ने दिया। നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി ഈ കേരളത്തെയും വളരെ സ്നേഹിക്കുന്നുണ്ട്. കേരളത്തിന് അപകടം പറ്റുമ്പോൾ, കേരളത്തിന്റെ കണ്ണീരും പൊടിയുമ്പോൾ ആശ്വാസഹസ്തവുമായി അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. പുത്തിക്കൽ ദേവി ക്ഷേത്രത്തിൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പുത്തിക്കലിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വരികയുണ്ടായി. ചില വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പുല്ലിമലയുടെ ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. കേരളത്തിനെ ആശ്വസിപ്പിക്കാൻ പോയിട്ട് കേരളത്തിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പുത്തിക്കൽ ദേവി ക്ഷേത്രത്തിൽ ദുരന്തമുണ്ടായപ്പോൾ അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിമാരും യഥാസമയത്ത് അവിടെ എത്തിയില്ല. ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും ശേഷമാണ് അവർ അവിടെ എത്തിയത്. കേരളത്തിലെ ജനത്തെ നമ്മുടെ പ്രധാനമന്ത്രി വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. केरल में बाढ़ हो, केरल में प्राकृतिक आपदा हो, कोरोना जैसा संकट हो, हर समय नरेंद्र मोदी जी और भारतीय जनता पार्टी आपके साथ खड़ी रही। नरेंद्र मोदी जी ने अमृत योजना के अंतर्गत 1100 करोड़ रुपए केरल को दिए। नेशनल हाईवे के लिए 65,000 करोड़ रुपया दिया। कोची मेट्रो के विकास के लिए 1957 करोड़ रुपया दिया। हमारी बहनों को उज्ज्वला रसोई गैस कमीशन, भारत पेट्रोलियम ने 6,000 करोड़ रुपए का प्रोजेक्ट लगाया। केवल इतने ही नहीं, 2 लाख शौचालयों का निर्माण किया। आयुष्मान भारत योजना से 1.5 करोड़ लोगों को लाभान्वित किया। मकान बनाने में पैसा दिया, लेकिन मकान बनाने पैसा भेजते प्रधानमंत्री नरेंद्र मोदी जी प्रधानमंत्री आवास योजना के अंतर्गत, और विजय उसका नाम ही बदल देते। क्या नाम कर दिया? लाइफ मिशन। पैसा भेजे, लाइफ मिशन। पैसा भेजे नरेंद्र मोदी और पर ठप्पा लगा दे पीएम विजयन, विजयन। ये अच्छा खेला है। देते मोदी, श्रेय देते ये, और उसमें से भी पैसा काट देते, उसी का पैसा खा जाते। प्रधानमंत्री
भारतीय जनता पार्टी आज भी हमारा संकल्प है केरल के विकास और प्रगति में हम कोई कमी नहीं आने देंगे। आज मैं आपसे अपील करने आया हूं, मेरे प्रिय बहनों और भाइयों, आपने दोनों को देख लिया, एनडीएफ यूडीएफ, अब एनडीएफ तो सब जगह गई। त्रिपुरा की जनता ने उखाड़ के फेंक दिया सीपीएम को, और मैं कह रहा हूं दावे से बंगाल में इनको कुछ नहीं मिलने वाला। बंगाल में भी धूमधाम से भारतीय जनता पार्टी की सरकार बनने वाली है, कोई नहीं रोक सकता। अब मैं आप अपील करने आया हूं, केरल में क्यों इनको छोड़ते हो? इस बार संकल्प ले लो, ना एनडीएफ ना यूडीएफ, केरल की समृद्धि के लिए, केरल के विकास के लिए, केरल की प्राणों से जनता के कल्याण के लिए, केरल की सड़कों के लिए, विलेज रोड की मैं बात कर रहा हूँ, पेयजल पीने के पानी के लिए। ये तो जल जीवन मिशन ही दी है, जल जीवन मिशन। मेरी बहनों, घर घर नल कनेक्शन गांव में देने का संकल्प लिया है प्रधानमंत्री नरेंद्र मोदी ने। गांव में भी डैम बांधा, वो पैसे ही नहीं जाने दिया, बिजली बोल कर गए। और अब भी अगर बिजली ना गए तो तुम्हारे नलों में पानी नहीं आने वाला, ये दिल्ली का पैसा दिल्ली नहीं पी जाएगा। और इससे मैं आपसे निवेदन करने आया हूं कि इन सब योजनाओं को भारत सरकार को लागू करना है, एक समृद्ध और विकसित केरल बनाना है, तो भारतीय जनता पार्टी के साथ आएगी। ഏത് വിഷയത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാരിനുള്ള ആരാധനയെ പ്രധാനമന്ത്രി കേരളത്തിനൊപ്പം നിന്നിട്ടുണ്ട്. അത് പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോഴും, വെള്ളപ്പൊക്കം പോലുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും, കൊറോണയുടെ മഹാമാരി സമയത്തും കേരളത്തിനൊപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയും നിലകൊണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്, ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട്, പെട്രോളിയം മേഖല വികസനത്തിന് വേണ്ടിയിട്ട്, ശൗചാലയങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തില് ഭവനരഹിതർക്ക് ഭവനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ ഇവിടെ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് കേന്ദ്രത്തിന്റെ സ്കീമുകളും പദ്ധതികളും സ്വന്തം പേരെഴുതി ലൈഫ് മിഷൻ എന്ന പേരില് അടിച്ചു മാറ്റി കേരളത്തിന് വിതരണം ചെയ്യുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്തത്. വികസനത്തിന്റെ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു നീക്കുപോക്കും നിലപാടില്ല. വികസനം, നമ്മുടെ കേരളവും നാടും വികസിക്കണം. ഓരോ വീട്ടിലും, പാലക്കാട് ജില്ലയിലെ ഓരോ വീട്ടിലും, കേരളത്തിലെ ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്. ജലജീവൻ മിഷൻ വഴിയുള്ള പദ്ധതികളിൽ പാലക്കാട് ജില്ലയിലെ വീടുകളിൽ ജലം എത്തിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ എല്ലാം പൈസ സംസ്ഥാന സർക്കാർ ദൂർത്തടിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾ എൻഡിഎ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളുടെ പൈപ്പുകളിൽ വെള്ളം വരില്ല, നിങ്ങളുടെ പൈപ്പുകളിൽ, നിങ്ങളുടെ വീടുകളിൽ ജലജീവൻ മിഷൻ പദ്ധതികൾ നടപ്പിലാകില്ല. ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ अधिकार एतिकेंद्र വളരെ അത്യാവശ്യമാകുന്നു. मेरे प्रिय बहनों और भाइयों, इस विधानसभा से हमारे उम्मीदवार हैं सुरेश बाबू। प्रधानमंत्री नरेंद्र मोदी जी भी गरीब घर में पैदा हुए, चाय वाले के घर चाय बेचने का काम किया, और ये सुरेश बाबू एक गरीब घर में पैदा हुआ। ऐसा नौजवान है जो जनता के मुद्दों को लेके सुरेश बाबू लगातार लड़ाई करते रहे। पंचायत के माध्यम से आपकी बेहतर सेवा की है, ये विजनरी है, इनके दिल में तड़प है आपके क्षेत्र का विकास करने की। नौजवान है, यंग है, एनर्जेटिक है, और ये नौजवान नरेंद्र मोदी जी के सपनों को साकार करेंगे। आपके विकास में कोई कसर नहीं छोड़ेंगे। प्रधानमंत्री जी जो पैसा भेजेंगे, एक पैसा इधर उधर नहीं जाने देंगे। हर पैसा आपके अकाउंट में आएगा, नलों में पानी आएगा, खातों में पैसा आएगा, विलेज रोड बनेंगे, किसानों की योजनाओं को ढंग से नीचे तक पहुंचाएगा। और इससे मैं आपसे निवेदन करने आया हूं, इस नौजवान को कमल के फूल की बटन दबा के आप भारी बहुमत से विजयी बनाइए और नरेंद्र मोदी जी के हाथ मजबूत कीजिए। यही मेरा निवेदन है। आप सबसे प्रार्थना है, कमल के फूल की
बटन दबाए, सुरेश बाबू को अपना एमएलए बनाए, भारतीय जनता पार्टी को जिताए और विकास की बात को प्रधानमंत्री नरेंद्र मोदी के हाथों में सौंप जाए। നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി സുരേഷ് ബാബു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പ്രക്രിയയാണ്. ഏത് രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ചായകൽപ്പനക്കാരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്, അതുപോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടയാളാണ് സുരേഷ് ബാബു. സുരേഷ് ബാബുവിന്റെ പ്രവർത്തന മികവ് നമുക്കറിയാം. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും സേവനവും നമുക്കറിയാം. പ്രധാനമന്ത്രിയുടെ സ്കീമുകളും പദ്ധതികളും ഓരോ വീട്ടിലും ഒരു പൈസയുടെ പോലും ചോർച്ചയിൽ എത്തുവാൻ, നമ്മളുടെ വീടുകളിലെ ടാപ്പുകളിൽ വെള്ളം എത്തുവാൻ, നമ്മളുടെ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുവാൻ, നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുവാൻ, ഹൈവേ വികസിക്കുവാൻ, സമസ്ത മേഖലയിൽ വികസിക്കുവാൻ, കള്ളന്മാരെ ഒഴിവാക്കി, കച്ചവടക്കാരെയും കൊള്ളക്കാരെയും ഒഴിവാക്കി, സർവ അവസാന പൈസ വരെയും പൊതുജനങ്ങൾ എത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ബാബു, ഊർജ്ജസ്വലരുടെ പര്യായമായ സുരേഷ് ബാബു, ദീർഘവീക്ഷണമുള്ള സുരേഷ് ബാബു, കർമ്മയോഗിയായ സുരേഷ് ബാബുവിനെ നിങ്ങൾ ഓരോരുത്തരും താമര ചിഹ്നത്തിൽ നമ്മുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ വേണ്ടി വിനയ പുരസ്കാരം ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. सुरेश बाबू को जिताने का संकल्प है, केरल में भारतीय जनता पार्टी की सरकार बनाने का संकल्प है, विकास की बात को नरेंद्र मोदी जी के हाथों में सौंपने का संकल्प है, केरल में शांति, केरल में विकास और केवल जन कल्याण लाने का संकल्प लें। और इस संकल्प लेने के लिए मेरे साथ दोनों हाथ ऊपर उठा के, दोनों मुट्ठी बांध के, भारत माता की जय बोल के बीजेपी को जिताने का संकल्प लें। ശക്തി പകരുവാൻ, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ശക്തി പകരുവാൻ, ശ്രീ സുരേഷ് ബാബുവിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ, ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുവാൻ, വികസനം ഉണ്ടാകുവാൻ, ശ്രീ സുരേഷ് ബാബു ജയിച്ച് എംഎൽഎ ആയി വരുവാൻ നിങ്ങൾ ഇരു കരങ്ങളും ഉയർത്തി എന്നോടൊപ്പം പറയുക, ഭാരത് മാതാ കി ജയ്. तो मेरे साथ उठाइए दोनों हाथ।